ഓ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് അതന്നെ അതന്നെ അവന്റെ അരുണി അവന് കമ്പയർ ചെയ്യാൻ പാടില്ല. അരുൺ എന്ത് പറഞ്ഞാലും ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. അത് ഞാൻ 100% ഞാൻ അരുൺ അംഗീകരിക്കുന്നില്ല. ഇവൻ ട്രെയിലർ ആണോ, ഇവൻ സ്കൂൾ മാഷാണോ, ഇവന്റെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കും. യാസർ ദ മാസ്റ്റർ, മസിൽ വരും ഫാസ്റ്റർ. ഈ അടുത്ത കാലത്താണോ സൽമാൻ മസിൽ വന്നാൽ എന്നെ അരുണിന്ന് അറിയിക്കണേ യാസറെ. ഏതാ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടേ, നിന്റെ സ്ഥിരമുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഷോർട്സ് വീഡിയോ കേട്ടോ. അപ്പം ആ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് നീ ഞങ്ങളെ ഒന്ന് അറിയിക്കണേ കേട്ടോ. കാരണം ഷോർട്സ് വീഡിയോ ഇടാനല്ലേ നിന്നെ കൊണ്ട് പറ്റൂ, അതിനുള്ള കഴിവല്ലേ നിന്നെ കൊണ്ടുള്ളൂ. ലെന്ത് വീഡിയോ ഇടാനെ കൊണ്ട് നിന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും സൽമാൻ മസിൽ വരുവാണെങ്കിൽ ഒന്ന് അറിയിക്കുക എന്നെയും അരുണിനെയും കേട്ടോ. അപ്പം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൂട്ടണ്ട, ഇതൊരു ജസ്റ്റ് ട്രെയിലറായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ നീ പറയും നിനക്കെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഒരിക്കലുമില്ല, ഞാനൊന്നും റിയാക്ഷൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നീയും അരുണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത്, വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നീ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ കുറച്ച് ഉടായ്പകളുമായിട്ട് വന്നു. ആ ഉടായ്പകൾ ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ, ആളുകളെ മുമ്പിൽ ഞാൻ തുറന്ന് കാട്ടിക്കൊടുത്തു. അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അരുണിന് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ഡമ്പലിൻ്റെ കേസ് കെട്ടും, അതുപോലെ സൽമാൻ്റെ 2 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമൊക്കെ അത് അരുണിന് ഒരു നിനക്കെതിരെ വീഡിയോ ചെയ്യാനെ കൊണ്ടൊരു കച്ചിത്തുരുമ്പായെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് അരുണൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അവൻ എന്നെ അതിന് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ, അതിന് വാല്യൂ കൊടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അരുണിനോട് ആ കാര്യത്തിൽ എനിക്ക് അരുണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം മാത്രമല്ല മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഫിറ്റ്നസ് പരമായിട്ടും ബോഡി ബിൽഡിംഗ് പരമായിട്ടും ചില കാര്യങ്ങളിലോട് അവൻ പറയുന്ന കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആശയപരമായിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ആശയപരമായിട്ട് നിന്നോട് എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് നീ ആശയപരമായിട്ട് ഒരു കാര്യങ്ങളും നീ സംസാരിക്കുന്നില്ല. നീ ആദ്യം സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വീക്ക് ജനറ്റിക്സ്, ലോ ജനറ്റിക്സ്, പിന്നെ നിനക്ക് കണ്ണ് പച്ച മഞ്ഞ ചുവപ്പ്, ഇതൊക്കെ മാത്രമേ നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നിന്നെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് ഞാൻ പറയാം കേട്ടോ. റിയാക്ഷൻ വീഡിയോ ചെയ്ത് തന്നെ ഞാൻ പറയാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, യാസറെ ഇത് റിയാക്ഷൻ വീഡിയോ ആണെന്ന് ഞാൻ പറയാം. പിന്നെ ഇത്രയും ദിവസം അരുണിന് എഗൻസ്റ്റ് ആയിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അരുണിനെ അംഗീകരിക്കുന്നു, അരുണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതോടെ മനസ്സിലായിക്കൂടെ, നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കിക്കൂടെ, നിന്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു. ഞാൻ കാരണം, ഞാനൊരു വ്യക്തി കാരണം നിന്റെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീണു. ഇത്രയും ദിവസം നീ അരുണിനെതിരെ വീഡിയോസ് ഇട്ട് റിയാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ കാര്യങ്ങളിൽ അവനെതിരെ നീ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഒരു നേരം വെള്ളം ഫുഡും കഴിച്ച് അവൻ ബോഡി ഫിറ്റ്നസ് കൊണ്ടുപോകാത്തവനാണ്, അങ്ങനാന്നിങ്ങനെ മറ്റവനാണ് മറിച്ചവനാണെന്നെല്ലാം പറഞ്ഞ് അവനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഇന്ന് നീ അവനെ അംഗീകരിച്ചിരിക്കുന്നു. നീ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ അരുണിനെ അംഗീകരിക്കുന്നു, ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഇതിൽ ഞാൻ അംഗീകരിച്ചെന്ന് നീ തന്നെ പറയുന്നു. ഇനി നീ അരുണിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. നീ അരുണിനെ അംഗീകരിച്ചു യാസറെ. ഞാൻ കാരണം നീ പൊളിഞ്ഞടുങ്ങി, ഞാനൊരു വ്യക്തി കാരണം നീ പൊളിഞ്ഞടുങ്ങി, നിന്റെ മുഖം മൂടി താഴെ വീണു. ഇനി നീ അരുണിനെതിരെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടും അരുണിനെതിരെ സംസാരിച്ചിട്ടും കാര്യമില്ല. നീ അരുൺ എന്നൊരു വ്യക്തിയെ നീ അംഗീകരിച്ച് കഴിഞ്ഞു. നീ തന്നെ വീഡിയോയിൽ പറഞ്ഞു. അതുകൊണ്ട് ഇനി നീ അരുണിനെതിരെ വീഡിയോ ചെയ്താലും അത് ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അംഗീകരിക്കാനും പോകുന്നില്ല. നീ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് നീ അരുണിനെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതെന്ന് ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി കേട്ടോ. പിന്നെ നിന്റെ വേറൊരു മുഖംമൂടി അഴിഞ്ഞു വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അരുണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ഒക്കെ ഇട്ട് നീ കുറേ റീച്ച് ഉണ്ടാക്കി, നിനക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കയറി. അപ്പം നിന്റെ കണ്ടന്റ് എല്ലാം, അരുണുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് എല്ലാം, നിന്റെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം തീർന്നു. അപ്പം നിന്റെ റീച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു സത്യം. അപ്പം ഞാൻ അരുണുമായിട്ട് വീണ്ടും റിയാക്ഷൻ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ ചാനൽ ഇനി റീച്ചായി പോയാലോ എന്നുള്ളൊരു
ഒരു അസൂയ എന്നൊക്കെ പറയും, നമ്മളെ നാട്ടിൽ അസൂയ അങ്ങനെയൊക്കെ പറയും. അങ്ങനെ വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്തു? നീ ഒരു നാറിയ കളി കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ റീച്ച് ആവരുത്, എൻ്റെ ചാനൽ അവിടെ കിടക്കണം. അരുണുമായിട്ട് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ അരുണുമായിട്ടുള്ള ഒരു ആശയങ്ങൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് റീച്ച് കിട്ടും എന്ന് നിനക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട്, നിനക്ക് കുറേ റീച്ച് കിട്ടി എന്നുള്ളൊരു വിശ്വാസത്തിൽ നീ ഇടയ്ക്ക് കൂടെ ഒരു നാറിയ കളി കളിച്ചു. എന്താ സംഭവം എന്നറിയോ? എന്നെ അരുണിൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാം, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം എനിക്കെതിരെ ആക്കണം. അങ്ങനൊരു ധാരണയിൽ, അങ്ങനൊരു വിചാരത്തിൽ, ഒരു ദുഷിച്ച മനസ്സോടുകൂടിയുള്ള വിചാരത്തിൽ നീ അരുണിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണിൻ്റെ ഫോളോവേഴ്സ് എല്ലാം നിന്നെ അങ്ങ് പൊക്കി മേലെ കൊണ്ടുപോകുമെന്ന് നീ വിചാരിച്ചോ യാസറേ? ഒരിക്കലുമില്ല. ഇനി അരുണിൻ്റെ ഫോളോവേഴ്സ് നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം നീ എന്താണെന്ന് അവർക്ക് നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞു. ഈ പറയുന്ന അരുണും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, അറിയാവോ? നേരെ മറിച്ച് എന്നെ അവൻ അംഗീകരിക്കും. എന്നെ അംഗീകരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വീഡിയോ ആ പാവത്തിനെതിരെ ചെയ്തിട്ടും അവൻ എനിക്കെതിരെ റിയാക്ട് ചെയ്യാത്തത്. മനസ്സിലായോ? ഇത്രയും വീഡിയോ ചെയ്തിട്ടും അവൻ എനിക്കെതിരെ റിയാക്ട് ചെയ്യാത്തത് എന്താണെന്നറിയോ? ഞാൻ അവനെ അംഗീകരിച്ചെന്ന് അവനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അതറിയണമെങ്കിൽ അവൻ്റെ ചാനലിൽ അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നീ ചെയ്യുന്ന അത്രയും രീതിയിൽ ഞാൻ അവന് ഒരു ഇൻറ്റൻഷനോടുകൂടി അത്രയും തേജാവധം ചെയ്യാമെന്ന് പറയുമല്ലോ, ആ രീതിയിലൊന്നും ഞാൻ അവനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല. അവൻ പറയുന്ന ബോഡി ബിൽഡിങ്ങും ഫിറ്റ്നസ്സും പരമായിട്ടുള്ള കാര്യങ്ങളിലും ആശയപരമായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത് അരങ്ങിനെതിരെ. മനസ്സിലായോ? പക്ഷെ നീ അങ്ങനെയാണോ ചെയ്തത്? അല്ല. നിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഈ റീസെൻ്റായിട്ട് നോക്കിക്കഴിഞ്ഞാലും, നീ റീച്ചിന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം കുറേ ആൾക്കാർ ചോദിക്കും, ഞാനും അല്ലയോ? അതേടോ, അങ്ങനെ തന്നെ വിചാരിച്ചോ? റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കിതിനപ്പുറം കാണിച്ചു കൂട്ടാം. എൻ്റെ ആശയങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അരുൺ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ തെറ്റുള്ളതുകൊണ്ട് ആ തെറ്റുള്ള കാര്യങ്ങൾ ആശയപരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു. അത് അവനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് എനിക്കെതിരെ അരുൺ റിയാക്ട് ചെയ്യാത്തത്. മനസ്സിലായോ? പക്ഷെ നീ ഈ കളിച്ചതെല്ലാം നാറിയ കളികളാണ്. റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ഒരാളെ ഇൻറ്റൻഷനോടുകൂടി അയാളെ പുറവേ പോയി ആക്രമിക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയാണ് ഇപ്പം പൊളിഞ്ഞടുങ്ങി കയ്യിൽ വന്നത്. നിന്റെ മാസ്ക് അഴിഞ്ഞു വീണു യാസറേ. മനസ്സിലായോ? നീ അരുണിൻ്റെ ആശയങ്ങളുമായിട്ട് നീ പറഞ്ഞല്ലോ, അരുണിൻ്റെ ആശയങ്ങളോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല, അരുൺ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും അംഗീകരിക്കരുതായിരുന്നു. മനസ്സിലായോ? നീ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു, നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീച്ച് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഞാൻ അരുണുമായിട്ട് റിയാക്ട് ചെയ്ത് ആളുകൾ എൻ്റെ ചാനൽ മേലോട്ട് പോകരുതെന്നുള്ളൊരു ആ ഒരു ദുഷിച്ച മനസ്സോടുകൂടി ആണെങ്കിൽ പോലും നിന്റെ മുഖംമൂടി അഴിച്ച് കാണിക്കാൻ അരുണിനോടും അല്ലെങ്കിൽ അരുണിൻ്റെ ഫോളോവേഴ്സിനോടും നിന്റെ ഫോളോവേഴ്സിനോടും എനിക്ക് സാധിച്ചു കേട്ടോ. എനിക്ക് അത്രയും മാത്രം മതി. ഓക്കെ, ഇനി നീ റിയാക്ഷൻ വീഡിയോ ആയിട്ട് എടുത്തോണ്ട് പോവാ. ഇനി അതിന് ബാക്കിയുള്ളത് ഞാൻ അപ്പം തരാം കേട്ടോ യാസറേ. പിന്നെ നീ പറയുന്നുണ്ടല്ലോ സ്കൂൾ മാഷാണോ അതോ കൃഷിപ്പണിക്കാരനാണോ? ഈ രണ്ട് പ്രൊഫൈലിലും ഈ രണ്ട് പ്രൊഫഷനും അല്ലെങ്കിൽ തന്നെ ഈ രണ്ട് മേഖലയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കൃഷിപ്പണിക്കാരൻ കടന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അധ്വാനിച്ച് അവൻ കൊണ്ട് കൊടുക്കുന്ന ആഹാരങ്ങൾ വഴിയാണ് നീയോ ഞാനോ ഇന്നിവിടെ പിടിച്ചു നിൽക്കുന്നത്. മനസ്സിലായോ? അതുപോലെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവർ പകർന്നു തന്ന അറിവുകൾ കൊണ്ടാണ് അവരിൽ നിന്ന് കിട്ടുന്ന കുറേ വിവരപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടാണ് നീ ഇന്ന് അവിടെ നിൽക്കുന്നതും ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നതും. അതുകൊണ്ട് ഈ രണ്ട് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൃഷിപ്പണിക്കാരനായിക്കോട്ടെ ഫാർമർ ആയിക്കോട്ടെ, ഈ രണ്ടും എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ തന്നെ ഇതിനെ രണ്ടിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കോണം, നിങ്ങൾ ചിന്തിച്ചോണം. ഇത്രയും ദിവസം യാസർ അരുണിനെതിരെ ചെയ്ത വീഡിയോസുകളെല്ലാം അവൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം
ആയിട്ടാണെന്ന് നമുക്ക് ചിന്തിക്കാം എനിക്കെതിരെ ഇട്ട ലാസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോയിലൂടെ. കാരണം അവനൊരു മേഖല, അവൻ്റെ ഒരു ഫിറ്റ്നസ്സിനെ അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും ആശയപരമായിട്ട് ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ അരുണിനെ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതിനെ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മുമ്പേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഞാൻ റിയാക്ട് ചെയ്യും. ഞാൻ പറയുന്നുണ്ട്, ഇനിയും റിയാക്ട് ചെയ്യും. എന്നാലും ഞാൻ അവനെ അംഗീകരിക്കുന്നുമുണ്ട്. ഞാൻ അവൻ്റെ നാച്ചുറലായിട്ടുള്ള ബോഡി ബിൽഡിങ്ങിനും അതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിറോയിഡിനെതിരെ അവൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ അടിച്ച് താക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കും. ഒരു വ്യക്തി ഇപ്പം ഒരാളടുത്ത് പറയാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് പറയാം, ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ട്രെയിനർമാരെല്ലാം പറയുന്നുണ്ട് സ്റ്റിറോയിഡ്. ഇപ്പം വിജോ ഫിറ്റ്നസിൻ്റെ പുള്ളി, അപ്പം അയാൾ വന്ന് സ്റ്റിറോയിഡിനെ പറ്റിയിട്ട്, അയാളൊരു എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാൾ പറയുന്നത് സ്റ്റിറോയിഡ് അത് അവരവരെ സ്വന്തം റിസ്കിൽ എടുക്കേണ്ട സാധനമാണ്, അത് ബോഡിക്ക് സൈഡ് എഫക്റ്റ് തരും, ദോഷമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പറയാം. പക്ഷേ വ്യക്തികളെ അടിച്ച് ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ അവരങ്ങനാണ് ഇങ്ങനാണ് എന്ന് അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ ഭിന്നസ്വരമായിട്ടുള്ള മിസ്റ്റേക്കുകളിൽ തെറ്റിദ്ധാരണകളൊക്കെ പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അരുണിനെ എതിർക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ യാസർ ചെയ്ത വേല എന്താണ്? അങ്ങനെ ഒരു നിലപാടെടുക്കാതെ അവൻ ഉടനെ ഓടി വന്ന് ഞാൻ റിയാക്ഷൻ അരുണിനെതിരെ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് റീച്ച് കൂട്ടാനുള്ള, ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള പുതിയ തന്ത്രമായിട്ട് വന്നേക്കുവാണ്. എനിക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ അരുണിൻ്റെ കുറേ ആൾക്കാർ വന്ന് അരുണിനെ അംഗീകരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയിലാണ് വന്ന് അങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം റീച്ച് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സൊസൈറ്റിയുടെ മുമ്പിൽ, സൊസൈറ്റിയിൽ, പബ്ലിക്കിൽ ഫോളോവേഴ്സ്, അവനെ ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സ് അല്ലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ അവനിക്ക് ഒരു ഇതുമില്ലെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പൊളിഞ്ഞാടി ഇനി അരുണിനെ റിയാക്ട് ചെയ്തുള്ള വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല യാസറെ. അത് കാണാൻ പോലും ആൾക്കാർ കാണത്തില്ല. കാരണം നീ ഓൾറെഡി അരുണിനെ അംഗീകരിച്ച് കഴിഞ്ഞു. അരുണിൻ്റെ ബോഡി ബിൽഡിങ് പരമായിട്ടുള്ള ആശയങ്ങളെ നീ അംഗീകരിച്ച് കഴിഞ്ഞു. ഇനി നീ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അരുണില്ല പറയുമല്ലോ, എന്തോ മനസ്സാണ്, എന്തോ പറയുമല്ലോ, കൂടെ ഇടയ്ക്കൊക്കെ പറയുമല്ലോ. സംഭവം അത് തന്നെ, ആ ഒരു മനസ്സ് തന്നെ യാസറിൻ്റെ, റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള പരിപാടി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആശയങ്ങൾ ഇനി ഞാൻ എതിർക്കും. അരുൺ എന്ത് ബോഡി ബിൽഡിങ് പരമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. അത് ആശയങ്ങൾ കൊണ്ട് ഞാൻ നേരിടും, സംസാരിക്കും, റിയാക്ട് ചെയ്യും. എന്നാൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളിൽ, ആളുകളെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങളിൽ ഞാൻ അതിനും സപ്പോർട്ട് ഉണ്ട്. പിന്നെ നീ ഇപ്പം ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഏതൊരു ഗൾഫ് രാജ്യത്ത് ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് നീ നിൽക്കുവാണ്. അപ്പം രാവും പകലും എല്ലാം നീ ആ ജിമ്മിലാണ് നീ ഫുൾ ടൈം. അപ്പം നിനക്ക് ആ ജിമ്മിൽ നിന്നിട്ട് വർക്കൗട്ട് വീഡിയോസ് ഇടാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജിമ്മിൽ നിന്നിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം. കാരണം നീ അവിടെ ജോലി ചെയ്യുവാണ്. അവിടെ വരുന്ന ഒരുപാട് മലയാളികളൊക്കെ ഉള്ള, ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലങ്ങളാണ് നീ നിൽക്കുന്ന ഗൾഫ് രാജ്യം ഉൾപ്പെടെ. ദുബായ്, സൗദി അറേബ്യ, ഇവിടെ എല്ലാം മലയാളികളാണ്. ഇവർ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ആ ജിമ്മിൽ വരുന്നത്. അപ്പോൾ അവിടെ വരുന്നവരെ കൊണ്ടെല്ലാം കമൻറ്റ് ഇടിപ്പിച്ചും ലൈക്ക് ചെയ്യിപ്പിച്ചും ഉള്ള സ്വഭാവമൊന്നും എനിക്കില്ല. മനസ്സിലായോ? എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാരെ എൻ്റെ ചാനലിനകത്തുള്ളൂ. മനസ്സിലായോ? അത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. മനസ്സിലായോ? നിന്നെപ്പോലെ അവരെവരെയും കൊണ്ട് നിൻ്റെ ജിമ്മിൽ വരുന്നവരെല്ലാം വെച്ച് അവരെവരെയും വെച്ച് വീഡിയോ എടുത്ത് അവരെവരെയും കൊണ്ട് കമൻ്റ് ഇടിപ്പിക്കുന്ന പരിപാടി, നിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മൊത്തവും നിൻ്റെ ജിമ്മിൽ വരുന്ന ആൾക്കാരെ കമൻറ്റുകളാണ്. നീ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതല്ലേ ഈ നിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയത്, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ വരെ പിടിച്ചിട്ടാണ് നീ വീഡിയോ എടുത്തിട്ട് അവരെ സമയം കൂടാണ് നീ വേസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നാലും ആ നാറിയ സ്വഭാവമൊന്നും എനിക്കില്ല. മനസ്സിലായോ? എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് ഞാൻ അവർക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കൊടുക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞാൻ അവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. എൻ്റെ വീഡിയോ കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നെ വിമർശിക്കുന്ന ആൾക്കാർക്ക് വിമർശിക്കാം. പക്ഷേ ഈ പറഞ്ഞുള്ള ഇപ്പം ഒരു ദിവസം മുമ്പ് ഞാനൊരു വെരി ബാഡായിട്ടുള്ളൊരു കമൻറ്റ് കണ്ടു. ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ ആ വ്യക്തി അത് ഡിലീറ്റ് ചെയ്ത്
അരുണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഡിലീറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞിട്ട് യാസർ ഇട്ട വീഡിയോയുടെ താഴെ ചെന്നിട്ട് എനിക്കെതിരെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ വിമർശിച്ചു, നമ്മളെ വിമർശിച്ചു, പക്ഷേ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ അതിലോട്ട് കയറ്റരുതെന്നേ ഉള്ളൂ. പിന്നെ നിനക്ക് ആശയപരമായിട്ട് നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നീ എന്താ ചെയ്യുന്നതെന്നറിയോ? എൻ്റെ ആയിക്കോട്ടെ, അരുണിൻ്റെ ആയിക്കോട്ടെ, വീഡിയോ സെക്ഷനിലെ കമൻറ്റുകൾ നീ എടുത്തിട്ട് ആ കമൻറ്റിൽ എന്താണെന്ന് ആൾക്കാർ പറയുന്നത് അതെടുത്തിട്ടാണ് നീ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം തന്നെ അരുണിൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നീ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ. ഇൻസ്റ്റഗ്രാമിൽ ആ കമൻറ്റിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിരിക്കുന്നത് കണ്ണിനെ പറ്റിയിട്ടാണ്. നീ അവിടെ ചെന്ന് അതിൽ നിന്നൊരു കമൻറ്റിൽ ആ കണ്ണിനെ പറ്റി പറയുന്നത് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് യൂട്യൂബിലിട്ടേക്കുന്നു. സ്വന്തമായിട്ട് ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്ത് ഓരോ കാര്യങ്ങളെ സംസാരിക്കാൻ അറിയെങ്കിൽ മാത്രം ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിർത്തി പോവുക, വേറെ വല്ല കണ്ടന്റ് ഇട്ടുകൊണ്ട് പോവുക. അതാണ് വേണ്ടത്. ആശയപരമായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. ഇതുപോലെ എൻ്റെ ഒരു വീഡിയോസിൻ്റെയും ഈ പറഞ്ഞിട്ടുള്ള ഏതോ ഒരാളിട്ട കമൻറ്റ് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് വർക്കൗട്ട് വീഡിയോസ് എല്ലാം ഇരുട്ടാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, എന്നിട്ട് പറയുന്നുണ്ട് ട്രോഫി കാണിക്കുക, മെഡൽ കാണിക്കുക, നിനക്ക് കിട്ടിയിട്ടുള്ള മെഡൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ? ഞാൻ എൻ്റെ മെഡൽ, എൻ്റെ സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കാണിക്കണമെങ്കിൽ മനസ്സിലായോ? അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇരുട്ടത്ത് നിന്ന് പോസ് ചെയ്യണോ വെട്ടത്ത് നിന്ന് പോസ് ചെയ്യണോ, അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സർട്ടിഫിക്കറ്റ് കാണിക്കാം, മെഡൽ കാണിക്കാം. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം കൂടെ നീ തെളിയിക്കണം. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയുവാണ്, നീ ഇപ്പം പറഞ്ഞല്ലോ അംഗീകരിക്കാം, സർട്ടിഫിക്കറ്റ് കാണിക്കണോ അല്ലെങ്കിൽ ട്രോഫി കാണിക്കണോ എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുവാണ്, യാസറിന് സുന്നത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ഞാൻ പറയുവാണ്. കാണിക്കാൻ പറ്റുമോ? ഞാൻ സർട്ടിഫിക്കറ്റും ട്രോഫി ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് പബ്ലിക്കിൽ വന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന എടുത്തിടുക, നിനക്ക് കാണിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അവരവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ആശയപരമായിട്ട് സംസാരിക്കും. നിനക്ക് ഇനി അങ്ങനെ കാണണമെങ്കിൽ, എൻ്റെ ട്രോഫിയും സർട്ടിഫിക്കറ്റും കാണണമെങ്കിൽ ഞാൻ കാണിക്കാം. പക്ഷേ നീയും കാണിക്കും. ഞാൻ പറയുന്നത് നീ സുന്നത്ത് ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. നീ സുന്നത്ത് ചെയ്തിട്ടില്ല, അപ്പം നീ അത് കാണിക്കണം. പബ്ലിക്കിൽ വന്ന് വീഡിയോയുടെ മുമ്പിൽ കാണിക്കണം. പറ്റുമോ? എനിക്കറിയാം ഞാൻ പറഞ്ഞത് അത്ര നല്ല കാര്യമല്ലെന്നറിയാം. പക്ഷേ നീ ആശയപരമായിട്ട് നിനക്ക് സംസാരിക്കാൻ നിനക്ക് അറിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ എടുത്തിരുന്നുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? നീ അത് ചിന്തിച്ച് നോക്കിക്കോ. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ അത് അവരെ ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കുന്ന, താല്പര്യമുണ്ടെങ്കിൽ. നീ ഒരു ട്രോഫി ഒരു മെഡലും കൊണ്ടുവന്ന് കാണിച്ചല്ലോ. ട്രോഫി ഒരു മെഡലും പിന്നെ വേറെന്തോ കാണിച്ചെന്ന് തോന്നുന്നു, സർട്ടിഫിക്കറ്റ് കാണിച്ചല്ലോ. അത് നിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. കാണിക്കണോ വേണ്ടയോ എന്ന് നീയാണ് തീരുമാനിക്കുക. അത് കാണിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. നീയാണ് എടുത്തത് കാണിച്ചത്. അത് കാണിച്ച ആൾക്കാരെ തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ട്രോഫി ഉണ്ട്, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നല്ല വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ അത് കാണിച്ചത്. അത് കണ്ട ഓരോ ആൾക്കാർക്കും അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ യാസറിനോട്. അപ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ട്രെയിലർ വീഡിയോ ആണ്. ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനൊരു സന്ദർഭം വരട്ടെ, ഞാൻ ചെയ്യാം. കേട്ടോ യാസറെ? അപ്പോൾ അരുണിൻ്റെ ഫാൻസുകാർക്കെല്ലാം ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഞാനൊരു വ്യക്തി കാരണം യാസർ ഇത്രയും ദിവസം കുറ്റങ്ങളും ഇതൊക്കെ പറഞ്ഞ യാസർ അരുണിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാനൊരു വ്യക്തി കാരണം. ഓക്കെ, നിൻ്റെ മാസ്ക് ഇവിടെ അഴിഞ്ഞു വീണു യാസറെ. നീ അരുണിനെതിരെ വീഡിയോ ചെയ്ത് നീ റീച്ച് ഉണ്ടാക്കിയല്ലോ. അരുണിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ വരെ നീ നിൻ്റെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തിയല്ലോ. അവരെ എല്ലാം കൂടെ അരുണിനെതിരെ നീ സംസാരിച്ച് നീ വീഡിയോ ഇട്ട്, നിനക്ക് ആ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അരുണിനെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ നിന്നെ ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ടുണ്ട്. അരുണിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള വിഷയം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം നീ ഈ ഒരു വീഡിയോയിലൂടെ
പൊട്ടനാക്കി. എക്സ്പെഷ്യലി അരുണിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിന്റെ വീഡിയോ കൊണ്ട് നിന്നെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരെ നീ പൊട്ടനാക്കി, മണ്ടനാക്കി എന്ന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് വേണമെങ്കിൽ പറയാം. കാരണം നീ അരുണിനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് നീ തന്നെ പറഞ്ഞു. ഇനി നീ അവനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. എന്നാലും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഉറപ്പായിട്ട് എഴുതി അറിയിക്കുക. ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെയാണോ തോന്നിയിട്ടുള്ളതെന്നൊക്കെ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആരും ഈ പറഞ്ഞ തെറിവിളിയും കാര്യങ്ങളൊന്നും വിടാതിരിക്കുക. നല്ല രീതിയിൽ, നല്ല എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ, നല്ല എൻജോയ്മെൻറ്റ് രീതിയിൽ, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, ചീത്തയും തെറിയൊന്നും വിളിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, സീ യു.